പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്നത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. പരീക്ഷ ആസന്നമായല്ലേ? വരട്ടെ. നിങ്ങൾ ഹേർഡിൽസ് ഓട്ട മത്സരം കണ്ടിട്ടുണ്ടോ? ഗ്രൗണ്ടിൽ ഒരു ഹൈ ജമ്പിന് ഒരുക്കുന്ന പോലുള്ള സ്റ്റാൻഡുകൾ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവയ്ക്കും. അതിൻ്റെ മുകളിൽ കൂടെ ചാടി ചാടി വേണം ഓട്ടം പൂർത്തിയാക്കാൻ. ഓടാൻ മുന്നോട്ട് തുടങ്ങി അവിടെ എത്തുമ്പോൾ അയ്യോ ഇതൊരു തടസ്സമാണ് എന്ന് കരുതി ഒന്ന് പേടിച്ച് നിന്ന് പോയാൽ നിങ്ങൾക്ക് ഓട്ടം പൂർത്തിയാക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. ആ ഹേർഡിൽസിനെ പേടിച്ചതുകൊണ്ട് നിങ്ങൾ എന്ത് നേടി? ഒന്നും നേടിയില്ല എന്ന് മാത്രമല്ല, ഓട്ടം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്ന ഒരു നഷ്ടവും അവിടെ ഉണ്ടായി. പലപ്പോഴും സംഭവിക്കുന്നതാണ്, പേടി നിങ്ങൾക്കൊന്നും നേടിത്തരുന്നില്ല, കിട്ടേണ്ട പലതും നഷ്ടപ്പെടുത്തുകയും ചെയ്യും. ഒരിക്കലൊരു സ്വിമ്മിംഗ് പൂളിൽ ഒരു നീന്തൽ മത്സരം വെച്ചു. 20 മത്സരാർത്ഥികൾ ഒരു സൈഡിൽ റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പുറത്തെ സംഘാടകർ വന്നു പറഞ്ഞത്, ഇവിടെ കുറേ രത്നങ്ങൾ വച്ചിട്ടുണ്ട്, വില കൂടിയ രത്നങ്ങളാണ്, ഒരു 3 കോടി രൂപ വില വരുന്ന രത്നങ്ങളാണ്. ഇപ്പുറത്ത് 1 കിലോ സ്വർണം വച്ചിട്ടുണ്ട്, അതിൻ്റെ ഇപ്പുറത്ത് 1 കോടി രൂപ വിലയുള്ള ഫ്ലാറ്റിൻ്റെ താക്കോല് വച്ചിരിക്കുന്നു. നീന്തി ആദ്യം എത്തുന്ന ആൾക്ക് ഈ 3 ഇഷ്ടമുള്ളതൊന്ന് എടുക്കാം, രണ്ടാമത്തെ ആൾക്ക് ശേഷിക്കുന്ന 2 എടുക്കാം, മൂന്നാമത്തെ ആൾക്ക് മൂന്നാമത്തെ എടുക്കാം, 4ാമത്തെ ആൾക്കാർക്കോട്ട് സമ്മാനങ്ങളൊന്നുമില്ല. അവർ റെഡി എന്ന് ചോദിച്ചപ്പോൾ ഏകസ്വരത്തിൽ എല്ലാവരും പറഞ്ഞു യെസ് സർ. റെഡി പറഞ്ഞപ്പോൾ സൈഡിലൊരു ഷട്ടർ ഒന്ന് ഉയർത്തി. അപ്പോൾ കുറേ മുതല കുഞ്ഞുങ്ങൾ വെള്ളത്തിലോട്ട് ചാടി. ഇവിടെ റഫറി റെഡി 1 2 3 ഗോ പറഞ്ഞു. ആരും ചാടുന്നില്ല. വെള്ളത്തിൽ നീന്തി തുടിക്കുന്ന മുതലാളെ കണ്ട് പേടിച്ച് നിൽക്കുക. ഒരു 20 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരൻ വെള്ളത്തിലോട്ട് ചാടി നീന്താൻ തുടങ്ങി. ആൾക്കാരൻ്റെ വിട്ട് നോക്കുന്നു. ധൈര്യമുള്ള ഒരു ചെറുപ്പക്കാരനെ കണ്ടിരിക്കുന്നു. അയാൾ കഷ്ടിച്ച് ഒരു 2 മീറ്റർ നീന്തിയപ്പോഴേക്കും കാലിൽ ഒരു മുതലയുടെ കടി കിട്ടി. വല്ലവിധേന അതിൻ്റെ വായൊക്കെ പിടിച്ചു മാറ്റി നീന്താൻ തുടങ്ങിയപ്പോൾ 2ാമതും ഒരു കടി കിട്ടി, മറ്റൊരു മുതലയിൽ നിന്ന്. 2 കടി കിട്ടിയപ്പോൾ അതിൻ്റെ വേദനയൊക്കെ മനസ്സിലാക്കിയതുകൊണ്ടാവണം 3ാമത് മുതല പാഞ്ഞെടുത്ത് വന്നപ്പോൾ അയാൾ വഴിമാറി നീന്തി. നേരെ പോകാതെ ആ മുതലയ്ക്ക് അടുത്തെത്താത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നവരുടെ ഇടത്തോട്ട് പോയി പോയ ആൾ ശാലം പിറകോട്ട് വന്നു, വലത്തോട്ട് പോയി. ഇങ്ങനെ ദിശ മാറി നീന്തി മുതലാളിയുടെ കടികളിൽ നിന്ന് രക്ഷപ്പെട്ട് അപ്പുറത്തെത്തി. 200 മീറ്റർ നീന്തേണ്ട അയാൾ ഒരു 2 കിലോമീറ്ററെങ്കിലും നീന്തിയാണ് അപ്പുറത്തെത്തിയത്. കാരണം പലപ്പോഴും പല പ്രാവശ്യം ദിശ മാറിയാണ് സഞ്ചരിച്ചത്. അവിടെ എത്തിയപ്പോൾ ആൾക്കാർ ഓടിക്കൂടി. ധൈര്യമുള്ള ഒരേ ഒരാളെ കണ്ടിരിക്കും. ചോദിച്ചു, സമ്മാനം ഇതിലേത് വേണം? അയാൾ പറഞ്ഞു, അത് ഞാൻ പിന്നെ പറയാം. ആൾക്കാർ ചോദിച്ചാൽ എന്താ പിന്നെ പറയണം, ഇപ്പം പറഞ്ഞൂടെ? അത് പറയുന്നതിനും എനിക്ക് അവൻ ആരെന്നറിയണം. പകരം ചേവൻ എന്നെ പിടിച്ച് വെള്ളത്തിലോട്ട് തള്ളിയിട്ട് ഒരുത്തനുണ്ട്, അവൻ 2 കൊടുത്തിട്ട് വന്ന് ഞാൻ സമ്മാനം വാങ്ങാം. ആലോചിച്ച് നോക്കൂ. അവിടെ 20 പേർക്കും ആദ്യം നീന്തലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്തില്ലായിരുന്നു? പേടിയില്ലായിരുന്നു. അവരെല്ലാം തയ്യാറായിരുന്നു. മുതല കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ അവർക്ക് എന്ത് വന്നു? പേടി വന്നു. അത് കാരണം എന്ത് പറ്റി? നീന്തൽ മുടങ്ങി. പക്ഷെ ഒരാൾ എടുത്തെറിയപ്പെട്ടപ്പോൾ പിന്നെ സർവൈവ് ചെയ്തേ പറ്റൂ. 2 കടിയോടെ കിട്ടിയപ്പോൾ ആ കടിയുടെ വേദനയോടെ മനസ്സിലാക്കിയപ്പോൾ എന്തായാലും വെള്ളത്തിലാണ്, ഇനി രക്ഷപ്പെടാൻ വഴിമാറി സഞ്ചരിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ സിറ്റുവേഷൻ അനുസരിച്ച് പെരുമാറി അയാൾ രക്ഷപ്പെട്ടു. അയാൾക്ക് നഷ്ടപ്പെട്ട കോൺഫിഡൻസ് തിരിച്ചു കിട്ടി, പേടി മാറി, അയാൾ ജയിച്ചു. ഇതുപോലെ പരീക്ഷ എന്നൊരു മുതല നിങ്ങളുടെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ മുതലെ പേടിച്ച് നിങ്ങൾ വഴി മുന്നോട്ടിറങ്ങാതിരുന്നാൽ, നിങ്ങൾ പഠിക്കാതിരുന്നാൽ ആ മുതലയ്ക്കാണോ നഷ്ടം? പരീക്ഷ നടത്തുന്ന ഏജൻസിക്കാണോ നഷ്ടം? സർക്കാരിനാണോ നഷ്ടം? അധ്യാപകർക്കാണോ നഷ്ടം? നിങ്ങൾക്ക് തന്നെയല്ലേ. ഈ പേടി കൊണ്ട് നിങ്ങൾ എന്ത് നേടും? ഒന്നും നേടുന്നില്ല. എന്നാൽ നേടേണ്ട പലതും നിങ്ങൾ നഷ്ടപ്പെടുത്തുകയും ചെയ്യും. പരീക്ഷയാണെന്ന് കരുതി ഓർത്ത് പേടിച്ചിരുന്നാൽ നിങ്ങൾ പഠിക്കാതാവുമ്പോൾ പലതും ഉത്തരം അറിയാതാവും, എഴുതാതാവും, മാർക്ക് കിട്ടാതാവും. അത് ഉപരിപഠനത്തെ ബാധിക്കും, ഭാവിയിലെ നിങ്ങളുടെ ജോലിയെ ബാധിക്കും, നിങ്ങളുടെ ഭാവി ആകെ ബാധിക്കും. എന്നാൽ പേടിയെല്ലാം മാറ്റിവെച്ച് വരട്ടെ എന്ന് കരുതി മുന്നോട്ട് പോകും. പേടിച്ചത് കൊണ്ട് എന്തായാലും പഠിക്കാത്ത ഉത്തരം നിങ്ങൾക്ക് ഓർമ്മ വരില്ലല്ലോ. എന്നാൽ പേടിക്കാതിരുന്നാലോ? നിങ്ങളെല്ലാം പഠിച്ചു തീർത്തില്ലെങ്കിൽ പോലും പഠിച്ചതെങ്കിലും ഓർമ്മ വരില്ലേ? അതിൻ്റെ മാർക്കെങ്കിലും നിങ്ങൾക്ക് കിട്ടില്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, പേടിക്കാതെ വരട്ടെ എന്ന് വിചാരിച്ച് നിങ്ങൾ പഠിക്കാൻ ആരംഭിക്കൂ. ഒരു പക്ഷേ എല്ലാം പഠിച്ചു തീർക്കാൻ കഴിഞ്ഞില്ല എന്ന് വന്നേക്കാം. എന്നാലും നിങ്ങൾ പഠിക്കൂ. അത് 1-2 ചോദ്യങ്ങൾ നിങ്ങൾ പഠിക്കാത്ത ഭാഗത്ത് നിന്ന് വന്നോട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, പേടിയൊക്കെ മാറ്റി വയ്ക്കൂ. നിങ്ങൾ പേടിച്ചത് കൊണ്ട്
ഒരു പാഠഭാഗവും തന്നെത്താനെ നിങ്ങളുടെ തലയിൽ വരാൻ പോകുന്നില്ല. പേടിച്ചതുകൊണ്ട് പഠിക്കാത്ത ഉത്തരങ്ങൾ പരീക്ഷകളിൽ ഓർമ്മ വരാൻ പോകുന്നില്ല. പേടിച്ച കുട്ടിക്ക് പഠിക്കാത്ത ഒന്നും എഴുതാൻ കഴിയില്ല. അപ്പൊ പേടിച്ചതുകൊണ്ട് എന്ത് നേട്ടം? മാറ്റിവെക്കൂ പേടിയെ. നമ്മുടെ ജീവിതം അങ്ങനെയാണ്. പല തടസ്സങ്ങളും വരും. ഈ തടസ്സങ്ങളെ പേടിച്ചിരിക്കുകയല്ല വേണ്ടത്, അതിനെ എങ്ങനെ മറികടക്കാമെന്ന് ആലോചിക്കൂ. പരീക്ഷ ആസന്നമായിക്കൊണ്ടിരിക്കുന്നു. അതിനെ പേടിക്കുന്നതിന് പകരം ആ പരീക്ഷ എങ്ങനെ മറികടക്കാമെന്ന് ചിന്തിക്കൂ. ഒരുപാട് നേരം ചിന്തി സമയം കളയണ്ട. അങ്ങനെ അധികം ചിന്തിക്കാതെ പഠിക്കാൻ ആരംഭിക്കൂ. പഠിക്കാനുള്ള ഓരോ വിഷയങ്ങളും എടുത്ത്, പഠിക്കാത്ത ഭാഗങ്ങൾ എടുത്ത് അതാദ്യം പഠിച്ചു തീർക്കൂ. ആവർത്തിച്ച് വായിക്കൂ. പഴയ ചോദ്യ പേപ്പറുകളൊക്കെ സംഘടിച്ച് അതിൻ്റെ ഉത്തരങ്ങളൊക്കെ തന്നെത്താനൊന്ന് എഴുതി നോക്കി, ടെക്സ്റ്റ് ബുക്കുമായോ നോട്ട് ബുക്കുമായിട്ടോ ഒത്തു നോക്കി നിങ്ങളുടെ ഉത്തരങ്ങൾ എത്ര ശരിയുണ്ട് എത്ര തെറ്റുണ്ട് എന്ന് സ്വയം മനസ്സിലാക്കൂ. തെറ്റിപ്പോയ ഭാഗങ്ങൾ എന്തുകൊണ്ട് തെറ്റി എന്നാലോചിച്ച് ആ തെറ്റെങ്ങനെ തിരുത്താമെന്ന് ആലോചിക്കൂ. ആ രീതിയിൽ മുന്നോട്ട് പോകും. അല്ല പേടിച്ചിരിക്കുകയല്ല വേണ്ടത്. പേടിച്ച ആൾക്കും പേടിക്കാത്ത ആൾക്കും ഒരേ ചോദ്യ പേപ്പറാണ്. പേടിച്ച ആളും പേടിക്കാത്ത ആളും ഒരേ ഉത്തരമാണ് എഴുതേണ്ടത്. പേടിക്കാത്ത ആള് കിട്ടിയ സമയത്തെല്ലാം പഠിച്ചു, അതുകൊണ്ടാണ് അയാൾക്ക് ഓർമ്മ വരുന്നത്, എഴുതുന്നത്, അതുകൊണ്ടാണ് ജയിക്കുന്നത്, അതുകൊണ്ടാണ് ഉന്നത മാർക്ക് നേടുന്നത്. പേടിച്ച കുട്ടിയോ പഠിക്കേണ്ട സമയത്ത് പേടിച്ചിരുന്നു, പഠിച്ചില്ല, ഓർമ്മ വരുന്നില്ല, എഴുതുന്നില്ല, മാർക്ക് കുറയുന്നു, തോക്കില്ല. ഇപ്പം പിന്നെ തോക്കാൻ പ്രയാസമാണ്. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ജയിക്കാനായിരുന്നു പ്രയാസം. മത്സരത്തിൻ്റെ കാലമാണ്. ഉന്നത മാർക്കുമായിട്ട് ഒരുപാട് കുട്ടികളെത്തുന്നു. നിങ്ങളെ ആലോചിക്കൂ. ഇപ്പം ഞാൻ പഠിപ്പിച്ചിരുന്ന സ്കൂളിൽ ഏകദേശം 800ഓളം കുട്ടികളാണ് 10ലെ പരീക്ഷ എഴുതാനുണ്ടായിരുന്നത്. 750-800 ഇടയ്ക്ക് എല്ലാ വർഷവും ഉണ്ടായിരുന്നു. പക്ഷെ ആ സ്കൂളിൽ +1 150 സീറ്റേ ഉള്ളൂ. അപ്പോൾ എൻ്റെ സ്കൂളിൽ പഠിച്ച 800 കുട്ടികളും ജയിച്ചു വന്നാൽ ആ 800 കുട്ടികൾക്കും അവിടെ +1 അഡ്മിഷൻ കൊടുക്കാൻ കഴിയില്ല. 650 കുട്ടികൾ പുറത്ത്. അവിടുന്ന് 150 കുട്ടികൾക്ക് പോലും കിട്ടില്ല. കാരണം മറ്റ് സ്കൂളുകളിൽ 10 പഠിച്ച് മാർക്ക് വാങ്ങിച്ച കുട്ടികൾ അവിടെ അഡ്മിഷൻ വരുമ്പോൾ മാർക്ക് അനുസരിച്ച് അവർക്ക് കൊടുത്തേ പറ്റൂ. അപ്പോൾ എൻ്റെ സ്കൂളിൽ പഠിച്ച 150 കുട്ടികളെ പോലും അവിടെ അഡ്മിറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇത് തന്നെയാണ് ഓരോ സ്കൂളിൻ്റെയും ഗതി. അവിടെ 10ാം ക്ലാസ്സിലുള്ള സ്ട്രെങ്ത്തിനെ അപേക്ഷിച്ച് 11ലെ സീറ്റുകളുടെ എണ്ണം വളരെ കുറവാണ്. ഒരു പകുതി പോലും കാണില്ല. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിഷയത്തിന്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സബ്ജക്ട് കോമ്പിനേഷൻ, ഉദ്ദേശിക്കുന്ന സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ ഒരു എളുപ്പ വഴിയുണ്ട്. ആ എളുപ്പ വഴിയാണ് പേടി മാറ്റി നന്നായി പഠിക്കുക. പേടി അങ്ങ് മാറ്റി വയ്ക്കുക, നന്നായിട്ട് അങ്ങ് പഠിക്കുക. പേടി ഇവിടെ ഉണ്ടെങ്കിൽ മറ്റൊരു പ്രശ്നം കൂടെ ഉണ്ട്. പരീക്ഷകളിൽ ചോദ്യം വരുമ്പോൾ നിങ്ങളുടെ ചിന്താശക്തി പോലും അറസ്റ്റ് ചെയ്തേക്കാം. ആ ചോദ്യത്തെക്കുറിച്ച് ഒരുപക്ഷെ ചിന്തിക്കാൻ പോലും നിങ്ങൾക്ക് കഴിയാത്ത അവസ്ഥ എന്നറിയാമെങ്കിൽ പോലും ഉത്തരം ഓർമ്മ വരില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഒരു കാര്യം ആലോചിക്കൂ. പേടി എന്ന മുതല പരീക്ഷ രൂപത്തിൽ നിങ്ങളുടെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു. ആ മുതലയെ കണ്ട് പേടിക്കാതെ വഴിമാറി നീന്തു. ആ മുതലയുടെ കടി വാങ്ങാതെ, ആ മുതലയ്ക്ക് പിടി കൊടുക്കാതെ എങ്ങനെ വഴിമാറി നീന്തി രക്ഷപ്പെട്ട് അപ്പുറത്ത് നിന്ന് സ്വർണം നേടാം, അല്ലെ രത്നം നേടാം, അല്ലെങ്കിൽ ഫ്ലാറ്റ് നേടാം എന്ന് ചിന്തിച്ചുകൊണ്ട് മുന്നേറൂ. അങ്ങനെ മുന്നേറിയാൽ നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു ഉജ്ജ്വല വിജയമാണ്. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങളുടെ പഠനം ആരംഭിക്കൂ. പേടിയെല്ലാം മാറ്റിവെക്കൂ. പേടി കൊണ്ടൊന്നും നേടുന്നില്ല, പലതും നഷ്ടപ്പെടും. ഓർക്കുക, പേടിയൊക്കെ മാറ്റിവെക്കുക. വരട്ടെ. ഞാൻ പഠിച്ചു തീരാത്ത പാഠഭാഗം ഉണ്ടായിരിക്കാം, അത് പോട്ടെ, അവിടെ നിന്നുള്ള ചോദ്യം ഞാൻ എഴുതുന്നില്ല, ബാക്കി എനിക്ക് കിട്ടുമല്ലോ. ഇപ്പോൾ പരീക്ഷ എഴുതുന്ന 5 ലക്ഷം പിള്ളേർ എഴുതിയാൽ 5 ലക്ഷം പിള്ളേർ 100 വാങ്ങിക്കുന്നവരാണോ? അല്ലല്ലോ. ആർക്കോ എന്തൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ എനിക്ക് 1-2 മിസ് ചെയ്തോട്ടെ, പോട്ടെ, അങ്ങനെ ചിന്തിച്ചോളൂ. പേടിക്കാതെ പഠിക്കൂ. ഒരു ഉന്നത ഭാവി നിങ്ങളെ കാത്തിരിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. സ്റ്റാർട്ട് യുവർ ലേണിംഗ്. സ്റ്റാർട്ട് യുവർ സ്മാർട്ട് വർക്ക് നൗ ഇറ്റ്സെൽഫ്. All the best.